ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം എഴുതുന്നു: നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഫിലിപ്പിയിലെ സഭയോട് പൗലോസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമാണിത്. The one who has begun a good work in you will complete till the day of Christ. ദൈവം എപ്പോഴും ആരംഭിക്കുന്നത് നല്ല പ്രവൃത്തി തന്നെയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നല്ലതൊന്ന് ദൈവം ആരംഭിച്ചിരിക്കുന്നു. ഇല്ലെങ്കിൽ നല്ലതൊന്ന് ആരംഭിക്കാൻ ദൈവത്തിന് താല്പര്യമുണ്ട്. പരാജയപ്പെട്ടും തകർന്നും നിരാശപ്പെട്ടും എല്ലാം കഴിഞ്ഞെന്ന് പറയുന്നെങ്കിൽ God want to start something new in your life. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയത് ഒന്ന് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യാൻ, നിങ്ങളുടെ പഠനമേഖലയിൽ പുതിയതൊന്ന് ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എപ്പോഴും ദൈവം പുതിയത് ചെയ്യുന്ന, പുതിയത് സൃഷ്ടിക്കുന്ന കർത്താവാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലവും സൃഷ്ടിച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തിലും പുതിയത് ഒന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതാണ് പറയുന്നത്, ദ ഗോഡ് ഹാസ് ബിഗൺ എ ഗുഡ് വർക്ക്. ദൈവം ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നല്ല പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. കർത്താവിനെ അറിയാനും കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യാനും നിങ്ങൾ തീരുമാനമെടുത്തപ്പോൾ ഒരു നല്ല പ്രവൃത്തി ദൈവം ആരംഭിച്ചിരിക്കുന്നു. ഇതുവരെയും ആ നല്ല തുടക്കം നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ യേശുവിനായി ഹൃദയം കൊടുത്ത് ഒരു പുതിയ ജീവിതത്തിനുടമയായി പറയണം: കർത്താവേ, നീയാണ് എൻ്റെ നാഥൻ, നീയാണ് എൻ്റെ സകലതും, എൻ്റെ ശിഷ്ടായുസ്സ് അങ്ങയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് യേശുവിൽ ജീവിതം സമർപ്പിക്കുമ്പോൾ യു ക്യാൻ ഹാവ് എ ന്യൂ ബിഗിനിങ്. നിങ്ങൾക്ക് പുതിയത് ഒന്ന് ആരംഭിക്കാൻ കഴിയും. പുതിയത് ആരംഭിക്കുമ്പോൾ പഴയത് കഴിഞ്ഞുപോയി. അതുതന്നെയാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, പഴയതെല്ലാം കഴിഞ്ഞുപോയി, നാം പുതിയതായി തീർന്നിരിക്കുക. ഒരാൾ യേശുവിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ പരാജയങ്ങൾ, അവൻ്റെ തകർച്ചകൾ, അവൻ്റെ കഴിഞ്ഞ കാലത്തിലെ പാപഭാരം, ദുഃഖം എല്ലാം മാറ്റി അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി കർത്താവ് മാറ്റുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ദൈവം അത് ചെയ്യും. ദൈവം ഒരു നല്ല പ്രവൃത്തി നിങ്ങൾ ആരംഭിക്കാൻ കർത്താവിന് താല്പര്യമുണ്ട്. ഒരു പക്ഷേ എന്തിനെങ്കിലുമൊക്കെ നിങ്ങൾ അടിമപ്പെട്ടു പോയ വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് സന്തോഷം നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരാൻ ദൈവത്തിന് കഴിയും. ദൈവം പുതിയതൊന്ന് ചെയ്യുക. അതുകൊണ്ട് തന്നെ പറയുക, ഗോഡ് ഹാസ് ബിഗൺ എ ഗുഡ് വർക്ക്. ദൈവം നല്ലത് ഒന്ന് എൻ്റെ ഉള്ളിൽ ആരംഭിക്കുക. അടുത്ത ഭാഗം പറയുന്നത്, അതിനെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹി വിൽ കംപ്ലീറ്റ് ഇറ്റ്. ദൈവമാണ് പൂർത്തീകരണം നൽകുന്നത്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ ഒരു കർത്താവ്. ഹി ഈസ് എ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. അപ്പം നമ്മുടെ വിശ്വാസത്തെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ധൈര്യത്തോടെ പറയണം, കർത്താവിനോട് ചേർന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കുടുംബജീവിതത്തെ പൂർത്തീകരിക്കാൻ കർത്താവിന് കഴിയും. എൻ്റെ ബിസിനസ്സിനെ പൂർത്തീകരിക്കാൻ കർത്താവിന് കഴിയും. എൻ്റെ പഠനത്തെ പൂർത്തീകരിക്കാൻ കർത്താവിന് കഴിയും. ഞാൻ ഏറ്റെടുത്ത ദൈവിക ശുശ്രൂഷയെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഇട്ടേച്ചു പോകണ്ട, നിർത്തിപ്പോകേണ്ട കാര്യമില്ല. നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് കഴിയത്തില്ല, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയത്തില്ല, ഈ ജോലി എനിക്ക് വേണ്ട, ഇട്ടേച്ചു പോകാം എന്നൊക്കെ ചിന്തിക്കുമ്പം ഇല്ല, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ഇത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ, ഇത് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പല സമയങ്ങളിലും പിശാചിൻ്റെ തന്ത്രം നമ്മളെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാതിരിക്കുക, ജോലിയിൽ പൂർത്തീകരണമില്ലാതിരിക്കുക, പഠനത്തിൽ പൂർത്തീകരണമില്ലാതിരിക്കുക, ജീവിതത്തിൽ പൂർത്തീകരണമില്ലാതിരിക്കാനായിട്ട് പിശാച് പരിശ്രമിക്കുമ്പോൾ കർത്താവ് പറയുന്നു, ഐ വിൽ കംപ്ലീറ്റ് ഇറ്റ്. ഞാനത് പൂർത്തീകരിക്കും, ഞാനത് കംപ്ലീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിർത്തിവെച്ച ചിലതിനെ പൂർത്തീകരണത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ വിശ്വസിക്കുക, ഹീ ഈസ് ദ ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. കംപ്ലീഷനിലേക്ക് കൊണ്ടുപോകുന്നൊരു ദൈവമാണ്, പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവം. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എൻ്റെ ജോലി, എൻ്റെ പഠനം അതൊന്ന് പൂർത്തീകരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. എനിക്ക് സാധ്യമല്ലാത്ത പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ കർത്താവ് എൻ്റെ കൂടെ ചേർന്ന് യാത്ര ചെയ്യണമേ. നാം ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കഴിയാത്തതിനെ ദൈവം സാധ്യമാക്കി തരും. അതുകൊണ്ട് വചനം പറയുന്നു, ഹിസ് ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ അസ്. എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും അവൻ്റെ കൃപ നമുക്ക് മതി. അതാണ് നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി പറയാം, കർത്താവേ, എൻ്റെ ബലഹീനതയിൽ അങ്ങ് എന്നോട് ചേർന്ന് നിൽക്കണമേ, അങ്ങ് എൻ്റെ കരം പിടിക്കണമേ. ഇത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കർത്താവിനെ സഹായിക്കണമേ. അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ. ആരെങ്കിലും അങ്ങനെ പൂർത്തീകരിക്കാൻ കഴിയാത്തവരായിരിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങളെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ആ ദൈവമാണ് നിങ്ങളുടെ കരം പിടിക്കുന്നത്. ധൈര്യത്തോടെ മുൻപോട്ട് പോകാം.